അനുമോദന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാന്യനായ സിദ്ദീഖ് മൗലവി, വേദിയിലെ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്വാഗത പ്രാസംഗികൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 20 വർഷം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഈ നാടിലൊന്നും ഇതേപോലുള്ള ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടില്ല. എവിടെയെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നും അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ മേഖലയിൽ ഏറ്റിട്ടില്ല. കഴിഞ്ഞ ഇതേ സമയം ആ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമുക്കറിയാം, ഇത്രയും തിരക്കേറിയ റോഡിൽ 13ഓളം പോസ്റ്റുകൾ കടപുഴകി നിലംപതിക്കുമ്പോൾ, കൊടുങ്കാറ്റിന് തുല്യമായ രീതിയിൽ കാറ്റടിച്ചു വീശുമ്പോൾ, തൊട്ടടുത്ത വീട്ടിന്റെ മുകളിലേക്ക് മരം മറിഞ്ഞു വീഴുമ്പോൾ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് മാത്രം പറയാം. ആർക്കും ഒരു പരുക്കും പറ്റാതെ ഈ ഇത്രയും തിരക്കേറിയ റോഡിൽ ഒരു വാഹനത്തിന്റെ പുറത്തു പോലും ഒരു പോസ്റ്റ് പോലും പതിക്കാതെ ആ സംഭവം നടന്നു എന്ന് പറയുമ്പോൾ വളരെ ഞെട്ടലോടുകൂടെ മാത്രമേ നമുക്കത് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ തിരക്കേറിയ റോഡിൽ, പ്രത്യേകിച്ച് കാരിക്കോട് മുതൽ ഇടവെട്ടി മാർത്തോമ വരെയുള്ള ഭാഗങ്ങളിൽ 2 വീലറിലായും ഓട്ടോയിലായാലും ആലക്കോട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന ബസ്സുകളും അതുപോലെ 4 വീലും ഒക്കെ ഇത്രയും വലിയ ജനസംഖ്യ തിങ്ങിപ്പാർക്കുന്ന ഈ ഏരിയയിൽ ഒരാൾക്ക് പോലും, ഒരു വാഹനത്തിന് പോലും പരിക്കേൽക്കാതെ ആ പോസ്റ്റുകൾ മറിഞ്ഞു വീണു എന്ന് കാണുമ്പോൾ നാം എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഏതായാലും ആ സംഭവത്തിന് ശേഷം ആലക്കോടും തൊടുപുഴയും ഒക്കെ വിളിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരൊരു നിമിഷം പോലും മാറ്റിവെക്കാതെ കൃത്യമായി ഇവിടെ വരികയും ഇടപെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം സ്പീഡായത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ അവർ 2 ദിവസം കൊണ്ട് അത്രയും ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ പ്രദേശത്തേക്ക് കടന്നു വരികയും കോൺട്രാക്ടർ ഉൾപ്പെടെ നമ്മുടെ ഈ ഭാഗത്തുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും കൃത്യമായി അതിൽ പങ്കാളിയായപ്പോഴാണ് നമ്മുടെ നാടിനുണ്ടായ ആ വലിയൊരു അഗാധത്തിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2-3 ദിവസം നമുക്കറിയാം, ഊരിരട്ടത്താണ് നമ്മളെല്ലാം കിടന്നത്. വെള്ളവുമില്ല, വെളിച്ചവുമില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. ആ ഉണ്ടായ സംഭവം മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ്. തൊടുപുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായി. ആലക്കോട് മാത്രം 56 പോസ്റ്റ് വീണു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൊടുപുഴയുടെ മറ്റ് പഞ്ചായത്തുകളിലും സമാനമായ രീതിയിലുള്ള വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടങ്ങളിലെല്ലാം വൈദ്യുതി ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായ. വലിയ ജാരത്ത് ഇത്രയും അധികം ഉദ്യോഗസ്ഥന്മാര് ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഒരു മനസ്സോടുകൂടി ഇവിടെയുള്ള പൊതുപ്രവർത്തകരെയും എല്ലാം കൂട്ടി കാര്യങ്ങൾ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അവരെ ഒന്ന് അനുമോദിക്കണം എന്ന് തോന്നിയത്. ഇവിടെ നമുക്കറിയാം, പൊതുപ്രവർത്തന രംഗത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആളുകൾ ഉണ്ടായിരുന്നു. SDPയുടെ പ്രവർത്തകരും അതുപോലെ CPMന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ പ്രവർത്തകരുണ്ടായിരുന്നു. എങ്കിൽ പോലും പകലില്ലാതെ 24 മണിക്കൂറും SDPയുടെ പ്രവർത്തകർ വളരെ കൂടുതലായി ആ പ്രയത്നത്തിൽ പങ്കെടുത്തു എന്നുള്ളതും നമ്മൾ കണ്ടവരാണ്. ഏതായാലും വലിയ ജാരത്ത് രാഷ്ട്രീയ ഭേദമെന്നെ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിച്ചപ്പോഴാണ് നമ്മുടെ നാടിനുണ്ടായ ആ ആപത്തിൽ നിന്നും നമുക്ക് കരകയറാൻ കഴിഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് അക്ബറിന്റെ ഒരു വീടിന്റെ ഭവന നിർമ്മാണം നടന്നു
നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റിയിലുള്ള നൌഷാദ് ഉൾപ്പെടെ, അഡ്വക്കേറ്റ് അബ്ബാസ് ഉൾപ്പെടെ, മുജീബ് ഉൾപ്പെടെ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഉൾപ്പെടെ അത് ഏറ്റെടുക്കുകയുണ്ടായി. നഗരസഭയിൽ നിന്നും കിട്ടിയ തുച്ഛമായ 4 ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഒറ്റക്കെട്ടായി ഇറങ്ങിയപ്പോൾ ആ ഭവന പദ്ധതിയുടെ പൂർത്തീകരണം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഈ കാറ്റും മഴയിലും വീഴ്ച സംഭവിച്ചപ്പോൾ നമുക്കറിയാം, ഒരു പാവപ്പെട്ട വീട്ടിന്റെ മേക്കൂരയിലേക്കാണ് ആ തടി വന്ന് വീണത്. മരം വീണ സമയത്ത് വളരെ ചെറിയ 3 കുട്ടികളും കണ്ണറിയാത്ത ഒരു അമ്മയും അതോടൊപ്പം ഫൈസലിന്റെ ഭാര്യയും ഉൾപ്പെടെ ആ കുടുംബത്തിലുണ്ടായിരുന്ന ആളുകള് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലാഹുവിന്റെ കൃപ എന്ന് മാത്രം പറയാം, അവരെല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളത്. എങ്കിലും ഒരു വലിയ കാര്യം നാം മനസ്സിലാക്കണം. അമ്മ ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങി ഓടിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, അവക്കടെ ഇളയ പ്രായം, ചെറിയ പ്രായമുള്ള കുട്ടിയെ അവക്കടെ തലയിൽ ഒരു ഓട് കഷ്ണം പോലും വീഴരുത് എന്ന് ആ സമയത്ത് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ആ കുഞ്ഞിന്റെ മുകളിൽ കവചമായി അവൾ നിന്നുകൊണ്ട് 2 കൈയും നിലത്തൂന്നി നിന്നുകൊണ്ട് ആ കുഞ്ഞു പൈതലിന്റെ മേത്ത് ഒരു കട്ട പോലും, ഒരു ഓടിന്റെ കഷ്ണം പോലും വീഴരുത് എന്ന് ആ ഇളം പ്രായമുള്ള ആ കുട്ടി മനസ്സിലാക്കി. അങ്ങനെ ആ കുട്ടി ആ മരം വീഴുന്ന സമയത്തും ഓടുകൾ താഴേക്ക് വീഴുന്ന സമയത്തും ആ കുട്ടി ആ വീടിന്റെ ഉള്ളിൽ തന്നെ ഈ കുഞ്ഞു കൊച്ചിന്റെ മുകളിൽ കവചമായി നിൽക്കുകയായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ കേൾക്കും. നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്, പ്രത്യേകിച്ച് ഇടവെട്ടി വലിയചാരം, ഇടവെട്ടി അതുപോലെ കുമ്പങ്കല്ല്, ഉണ്ടപ്ലാവ് എന്നൊക്കെ പറയുമ്പോൾ പരസ്പരം എല്ലാ കാര്യത്തിനും രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങുന്നത് കൊണ്ടാണ് ഏത് വലിയ പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നത്. ശബാനായുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടപ്ലാവിലുണ്ടാക്കിയ കമ്മിറ്റി നമ്മുടെ പരിസരത്തെല്ലാം വന്നു. നമ്മളെല്ലാവരും നമ്മള് ആവേശത്തോടു കൂടി ആ കാര്യം ഏറ്റെടുത്തു. 50 ലക്ഷം രൂപ സമാഹരിക്കേണ്ട സ്ഥലത്ത് 1,13 ലക്ഷം രൂപ നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് സമാഹരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മരം വീണ് തകർന്ന ആ വീടിന് പകരം അവർക്കൊരു വീടുണ്ടാവണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നാം എല്ലാവരും മണിമന്ദിരത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ചെറിയ വീടിൽ 4 മക്കളും കണ്ണറിയാത്ത ഒരു തള്ളയും താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളെല്ലാവരും തന്നെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് അവരെ ഇപ്പോൾ നമ്മുടെ ജോളി മാമായുടെ ലോഡ്ജിൽ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. അവരെ വീണ്ടും പുനരധിവസിപ്പിക്കണം. അതുകൊണ്ട് ആ വീടിന്റെ കാര്യത്തിന് എല്ലാവരുടെയും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. കാരണം ആ മഴ ഒരു നിമിഷം പോലും മഴ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂരിച്ചൊരിയുന്ന മഴയത്ത് ആ കൂരിരുളിലും അവർ ഓരോരുത്തരും കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ, നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ, തൊടുപുഴയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും ആലക്കോട് നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ ഉദ്യോഗസ്ഥന്മാർ ഈ സ്റ്റേജിലുണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി കൃത്യമായവരെ കൃത്യമാണം നടത്തി എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ നമുക്കിവിടെ വലിയചാരം പൗരാവലിയുടെ പേരിൽ അനുമോദിക്കണമെന്ന ഒരു തീരുമാനമെടുത്തത്. നമ്മുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം കരണ്ട് ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. ഇപ്പം നമ്മുടെ പ്രദേശങ്ങളിൽ അത് കരണ്ട് കൃത്യമായി. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സാക്ഷി നിർത്തി ഒരു കാര്യം കൂടി ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുമ്പങ്കല്ലിൽ 100ന്റെ ട്രാൻസ്ഫോമർ ഇരുന്നത് ഞങ്ങളെല്ലാം വളരെ നിർബന്ധപൂർവമായ നിങ്ങളോടുള്ള സമീപനം കൊണ്ട് പലയാവർത്തി നിങ്ങളുമായി സംസാരിച്ചതുകൊണ്ടും സഹകരിച്ചതുകൊണ്ടും 100ന്റെ ട്രാൻസ്ഫോമർ 160 ആക്കി മാറ്റി. അങ്ങനെ ജനനിബിഡമായ നമ്മുടെ ഈ പ്രദേശം 3-4 വാർഡിന്റെ സംഗമ ഭൂമിയായ ഈ വലിയചാരം ജംഗ്ഷൻ, ഇവിടെ കൂടുതൽ വീടുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഒരു പ്രദേശം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ വീടുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയചാരം ഭാഗത്ത് വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ അടിയന്തരമായി അവിടെ അതൊന്ന് മാറ്റി ഒരു 160ന്റെ ട്രാൻസ്ഫോമർ വെക്കണമെന്ന ഒരു വിനീതമായ അഭ്യർത്ഥന ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലേക്ക് വെക്കാൻ
ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ആലക്കോട് ജംഗ്ഷനിൽ നിന്നും നമ്മുടെ ഈ ഭാഗത്തേക്ക് എപ്പോഴും കറണ്ട് കട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്കേ അറിയാവുള്ളൂ അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് വോൾട്ടേജിന്റെ വിഷയവും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് കൃത്യമായി നിങ്ങളുടെ വ്യക്തമായ ഒരു ഇടപെടലിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. പ്രതിസന്ധികളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആവശ്യത്തിന് ജോലിക്കാരില്ല എന്നുള്ള കാര്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന അഭ്യർത്ഥന അത് ഞങ്ങൾ നന്ദിപൂർവ്വം നിങ്ങളോട് വെക്കുന്ന അഭ്യർത്ഥന അത് നിങ്ങൾ ഞങ്ങളുടെ ഒരു വലിയ വാക്കായി ഞങ്ങളുടെ ഒരു ആവശ്യമായി നിങ്ങൾ അംഗീകരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി തുടർന്ന് ഇവിടെ പലരും സംസാരിക്കുവാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ യോഗം, ഈ അനുമോദന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനും ആദരണീയനുമായ വലിയജാരൻ ജുമാ മസ്ജിദ് ഇമാം സിദ്ദീഖ് മൗലവി ബാക്കവി അവരുടെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ബഹുമാന്യ സഹോദരങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, ഇടവെട്ടി വലിയജാരം പൗരാവലിയുടെ പൗരസമിതിയുടെ ഊഷ്മളമായ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങാൻ ഈ സദസ്സിലേക്ക് സമാഗതരായ ആലക്കോട് തൊടുപുഴ KCB ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ, നമ്മുടെ ബഹുമാന്യനായ വാർഡ് കൗൺസിലർ, നമ്മുടെ പ്രിയങ്കരനായ MA കരീം സാഹിബ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായ മതപണ്ഡിതന്മാർ, മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, നമ്മളിപ്പോൾ ഇവിടെ ഈ സായം സന്ധ്യയിൽ ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിച്ചതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച്, അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച്, അതിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി തന്നെ നമ്മുടെ വാർഡിൻ്റെ കൗൺസിലർ, അതുപോലെ സ്വാഗത പ്രാസംഗികൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിൽ സംഭവിച്ച അതിശക്തമായ അതിരൂക്ഷമായ മഴക്കെടുതിയും, ഒരുപക്ഷെ പേമാരി എന്ന് പറയത്തക്ക വിധത്തിലുള്ള അതിശക്തമായ മഴയും അതിനേക്കാൾ ശക്തമായ കാറ്റും, അത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ വലിയ വൻമരങ്ങൾ കടപുഴകി വീഴുകയും, അതേപോലെ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളിലൊക്കെ തകർന്ന് ഗതാഗത സംവിധാനങ്ങളൊക്കെ താറുമാറായി, വൈദ്യുതി സംവിധാനങ്ങളൊക്കെ തകർന്ന, നമ്മളൊക്കെ ഇരുട്ടിലായ ഞെട്ടലോടുകൂടി മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ സംജാതമായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുടിക്കാൻ ടാങ്കിൽ വെള്ളമില്ലാതെ, വെളിച്ചമില്ലാതെ, അതിനധികം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പോലും കറണ്ടില്ലാത്ത ഒരു ദുഃഖകരമായ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോയത്. ഈ ഒരു സാഹചര്യത്തിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ നമ്മുടെ തൊടുപുഴയിലെ, അതുപോലെ ആലക്കോടുള്ള KCBയിലെ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരുമൊക്കെ രാപ്പകൽ ഭേദമന്യേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ നിതാന്ത ജാഗ്രതയിൽ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഒടുവിൽ നമുക്ക് അവർ വെളിച്ചവും വെള്ളവും ഗതാഗത സംവിധാനവും ഒക്കെ ഒരുക്കിയ സന്തോഷകരമായ ഒരു സാഹചര്യം ഇന്നലകളിൽ കടന്നുപോയി. അത്തരത്തിലൊരു സാഹചര്യം നമുക്ക് അനുകൂലമാക്കി തന്ന ബഹുമാന്യരായ പ്രിയങ്കരായ KCB ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഒക്കെ അനുമോദിക്കാനും അവർക്ക് ആശംസകൾ അർപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സദസ്സ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കരട്ട് പോയാൽ സ്വാഭാവികമായി നമ്മൾ KCB ബോർഡിലെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ വിളിക്കാറുണ്ട്. കറണ്ടില്ല, ഇരുട്ടിലാണ്, ബുദ്ധിമുട്ടിലാണ്, കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൂടെ നമ്മൾ വിളിക്കാറുണ്ട്. അവർ അതിന് നൽകുന്ന മറുപടി, കാലാവസ്ഥ പ്രതികൂലമാണ്, പല സ്ഥലത്തും മരങ്ങൾ, പോസ്റ്റുകളൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കൂ, അല്പസമയത്തിനുള്ളിൽ കറണ്ട് വരും
എന്ന് സമാധാനത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ പോഴും നമ്മൾ അക്ഷമരായി വീണ്ടും ഓരോ 5 മിനിറ്റിലും വീണ്ടും അവരെ നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ നമ്മൾക്കുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരും നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരാണ് എന്നൊരു വസ്തുത നമ്മൾ മറന്നു പോകരുത് എന്നാണ്. അവരും നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകാർ, ഒരുപക്ഷെ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ. അതിശക്തമായ തണുപ്പിലും അതിശക്തമായ മഴയിലും നമ്മളൊക്കെ വിറച്ച് മാറി നിൽക്കുമ്പോൾ സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ കയ്യിൽ കിട്ടിയ ആയുധവുമായി റോഡുകൾ, മരങ്ങളൊക്കെ വെട്ടിമാറ്റി ഗതാഗത യോഗ്യമാക്കുന്ന, അതേപോലെ വിശപ്പ് സഹിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും മറന്നുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറി താറുമാറായ വൈദ്യുതി സംവിധാനങ്ങളെയൊക്കെ ശരിപ്പെടുത്തി തരുന്ന അവരുടെ സേവനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ വിലമതിക്കണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് വളരെ ആദരവോടെ, വളരെ ആത്മാർത്ഥമായി സൂചിപ്പിക്കുന്നത്. ബഹുമാനികളെ, നമുക്കറിയാം അവരുടെയൊക്കെ സേവനങ്ങൾ തീർച്ചയായിട്ടും മൂല്യവത്താണ്. വിലമതിക്കാൻ കഴിയാത്ത സേവനങ്ങളാണ് അവർ നാടിനും സമൂഹത്തിനുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി അവരുടെ സേവനങ്ങൾ ഒരു നാട് മുഴുവനും അനുഭവിച്ച കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടത്. നമുക്കറിയാം, മതവും ജാതിയും ഒക്കെ തീർച്ചയായിട്ടും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമുണ്ടായ പ്രസ്ഥാനങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യ നന്മ തന്നെയാണ്. അതുകൊണ്ടാണ് മാനവസേവ, മാധവസേവ എന്ന് പഠിപ്പിക്കപ്പെടുന്നത്. നിന്റെ അയൽവാസിയെപ്പോലെ, നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിന്റെ അയൽവാസി പട്ടിണി അടക്കുമ്പോൾ നീ വയറു നിറച്ച ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്നതും മനുഷ്യ നന്മയാണ് മതം ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. ഈ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് തന്റെ അനുയായികൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ പ്രഭു, അല്ലയോ പ്രവാചകരെ, ഏറ്റവും നല്ല മനുഷ്യർ ആരാണ്? വിവിധങ്ങൾ ഉടൻ തന്നെ പറഞ്ഞ മറുപടി, ജനങ്ങൾക്ക് ആരാണോ സേവനം ചെയ്യുന്നത് അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ എന്നാണ്. മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ആരാണോ പരിഹാരം കാണുന്നത് അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മഹാനായ പ്രവാചകൻ തന്റെ അനുയായികളെ പഠിപ്പിക്കുകയുണ്ടായി. രണ്ടാമത് വീണ്ടും സഹാബത്ത്, പ്രവാചകൻ, അനുയായികൾ ചോദിച്ചു, എങ്കിൽ പ്രവാചകരെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ്? രണ്ടാമതും പ്രവാചകൻ പറഞ്ഞ മറുപടി, ആരാണോ മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യുന്നത്, ആരാണോ മനുഷ്യർക്ക് സേവനം ചെയ്യുന്നത് അവരാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവരെന്ന് രണ്ടാമതായി പ്രവാചകന്റെ മറുപടിയിൽ വലിയൊരു സന്ദേശം, വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മളിവിടുത്തെ ഇടവെട്ടി വലയജാരത്ത് പൗരാവലി ഈ KSEBയിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ ജീവനക്കാർക്കുമൊക്കെ ആദരവ് നൽകുമ്പോൾ നമ്മളെക്കാൾ നമ്മുടെ ആദരവിന്റെ അപ്പുറം ദൈവത്തമ്പുരാന്റെ, ദൈവത്തിന്റെ ആദരവ് നേടിയെടുത്തവരാണ് ഇവർ എന്ന് പറയാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ സൂചിപ്പിച്ചല്ലോ, മനുഷ്യ സേവനമാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ പണി, ഏറ്റവും മൂല്യവത്തായ പണി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ആദരവിനും അംഗീകാരത്തിനും അപ്പുറം ദൈവത്തിന്റെ ആദരവും അംഗീകാരവും നേടിയെടുത്ത ഈ സഹോദരങ്ങൾക്ക് ആ അർത്ഥത്തിൽ തന്നെ അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ തൊഴിലിലും എല്ലാം ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും എല്ലാവിധ രക്ഷയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പൗരാവലി എന്ന പേരിലും അതുപോലെ ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ മഹൽ സംവിധാനത്തിന്റെ പേരിലും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. പാലക്കോട് സെക്ഷനിലെ ഇങ്ങോട്ട് തൊടുപുഴ സെക്ഷനിൽ ഉദ്യോഗസ്ഥർ മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടി മുജീബിനെ ക്ഷണിക്കും.
റെസ്ക്യൂ ക്യാപ്റ്റൻ ഫൈസലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. റെസ്ക്യൂ ക്യാപ്റ്റൻ സൽമ മാഡം, ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഒരു ഇളയ കുഞ്ഞിന് കവചമായി ആ കുഞ്ഞ് സഹോദരി നിന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അത്ഭുതപ്പെടുക. അതുകൊണ്ട് ആ ധീരതയ്ക്ക് അവർക്കൊരു ഷീൽഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാന കടന്നതാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മഹത് വ്യക്തി, വേദിയിലുള്ള പ്രമുഖരെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാനിന്ന് വളരെ അഭിമാനത്തോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 24-ാം തീയതി മുതൽ വളരെ ഭയാനകമായ രീതിയിൽ ഒരു നാച്ചുറൽ കലാമിറ്റിയാണ് നമുക്കുണ്ടായത്. അത് ആലക്കോട്, നമ്മുടെ തൊടുപുഴ ഡിവിഷൻ്റെ കീഴിൽ, തൊടുപുഴ സർക്കിളിൻ്റെ കീഴിൽ തന്നെ ഇടുക്കി ജില്ലയിൽ മറ്റ് ജില്ലകളിലും വളരെയധികം നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം, വെളിച്ചമില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ കറണ്ട് പോകുന്നൊരവസ്ഥയിൽ നമ്മളെല്ലാവരും വളരെ അസ്വസ്ഥരാണ്. കാരണം നമുക്ക് വെള്ളമില്ല, വെളിച്ചമില്ല, മറ്റ് സൗകര്യങ്ങളൊന്നും നമുക്ക് ഒരുക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ എൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ച് 2 വാക്ക് പറയാതെ വയ്യ. കാരണം വളരെ പരിമിതമായ ഒരു സ്റ്റാഫ് സ്ട്രെങ്തിൽ 4 ദിവസം പീക്ക് ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, ഡേ ഡ്യൂട്ടി എന്ന രീതിയിൽ ഒരു വിശ്രമമില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് പലരും വീട്ടിൽ പോലും പോകാതെ എങ്ങനെയാണ് നമുക്കിത് ഒന്ന് തീർത്തെടുക്കാൻ പറ്റുക എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ ഈ കൂടിയ ഈ മീറ്റിങ്ങിൻ്റെ തന്നെ ഒരു ആധാരം. കാരണം നമുക്കറിയാം, പോസ്റ്റുകൾ മറിഞ്ഞു കിടക്കുന്നു, ലൈൻ പൊട്ടിക്കിടക്കുന്നു, സർവീസ് വയർ പൊട്ടിക്കിടക്കുന്നു, കാറ്റ് വീശി മരം വീണ് കിടക്കുന്നു. നമ്മളുടെ ഒരു തുച്ഛമായ ഒരു സ്റ്റാഫ് സ്ട്രെങ്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ മരങ്ങൾ മുറിച്ചു മാറ്റി, പോസ്റ്റുകൾ സമയത്ത് നിവർത്തി, കമ്പികൾ കെട്ടി സപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. ആ അവസരത്തിൽ എല്ലാ കോണുകളിൽ നിന്നും നമ്മളുടെ ബഹുമാനപ്പെട്ട CMD തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടുകയും കളക്ടറുടെ നേതൃത്വത്തിൽ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി. വളരെയധികം PWD കോൺട്രാക്ടേഴ്സിൻ്റെ ലിസ്റ്റുകൾ നമുക്ക് തന്നു. നിങ്ങളെല്ലാവരെയും വിളിക്കുക, അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നു. ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലുമുള്ള വോളണ്ടിയേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ അതാത് സമയങ്ങളിൽ നമുക്ക് വിളിക്കുമ്പോൾ ഇവരെയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. കാരണം വളരെ സേഫ്റ്റി നോക്കി ചെയ്യേണ്ട ഒരു മേഖലയായ ഇലക്ട്രിസിറ്റി ബോർഡിലെ വർക്കുകളിൽ വർക്ക് ചെയ്യുവാനായിട്ട് കേവലമുള്ള ഒരു സിവിൽ കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനോ ചെയ്യുവാനുള്ള പരിജ്ഞാനം പോരാ. അതോടൊപ്പം തന്നെ സേഫ്റ്റി നോക്കാതെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നല്ലവരായ നാട്ടുകാർ, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, ബാക്കി എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും നമുക്ക് നല്ലൊരു സഹകരണം തന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി നല്ലവരായ നാട്ടുകാരാണ്. എവിടെ മരം വീണാലും നമുക്കൊരു കൈ സഹായം തന്ന് മരങ്ങൾ മുറിച്ചു മാറ്റുകയും ബാക്കി വർക്കുകൾ അവർക്ക് ചെയ്യാൻ സഹായിക്കാൻ പറ്റാത്ത അവസരമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് സഹായം ലഭിക്കാതെ പോയത്. എന്നിരുന്നാലും പഞ്ചായത്ത് തലത്തിലോ വാർഡ് തലത്തിലുള്ള എല്ലാവരും തന്നെ നമുക്ക് പൂർണ്ണ പിന്തുണ നൽകി
കഠിനമായ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെ സപ്ലൈ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. എന്നിരുന്നാലും വളരെ 24-ാം തീയതി തുടങ്ങിയ കംപ്ലൈൻ്റാണ് അന്നാണ് നമുക്ക് മഴ തുടങ്ങി കാറ്റ് വീശി ഇത്രയധികം ഒരു നാശനഷ്ടമുണ്ടായത്. അന്ന് മുതലുള്ള ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ ഒരു ചടങ്ങ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മളുടെ KSEB ഉദ്യോഗസ്ഥരെ ഇത് വളരെയധികം അർഹിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നമുക്ക് തന്ന് നമ്മളെ അനുമോദിച്ചതിൽ ഈ പൗരസമിതിയുടെ പേരിൽ ഞാൻ എൻ്റെ നന്ദി ആദ്യമായിട്ട് പ്രകാശിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാവരെയും നെഞ്ചിലേറ്റി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇത്രയധികം ഒരു നമുക്കുള്ള ഒരു അനുമോദനം നൽകുകയും നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന നല്ലവരായ ഈ പൗരസമിതിയുടെ പ്രവർത്തകരെയും പള്ളി കമ്മിറ്റിയുടെ പ്രവർത്തകരെയും നല്ലതായ നാട്ടുകാരെയും നമ്മളുടെ ഏറ്റവും പ്രിയങ്കരായ ഉപഭോക്താക്കളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി വരും. കാരണം നമുക്കറിയാം 2018 പ്രളയം വന്നു. അന്ന് വളരെ ഉചിതമായ പ്രവർത്തനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം തന്നെ നല്ലവരായ നാട്ടുകാരും നമുക്ക് സഹകരിച്ചു. ഇതുപോലെ ഒരു മഴ വന്നാൽ നമുക്കറിയാം KSEBക്കാണ് ഏറ്റവും കൂടുതൽ പണി വരുന്നത്. കാരണം കറണ്ട് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വയ്യ. നമ്മളെ ഓരോരുത്തരും വിളിക്കുമ്പോഴും പറയുന്ന കിടപ്പ് രോഗിയുണ്ട്, മരുന്നുകൾ ഫ്രിഡ്ജിൽ വെച്ചത് നമുക്ക് മരുന്നുകൾ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി. അതിനെ എത്രയും പെട്ടെന്ന് ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ളൊരു സഹകരണം നമുക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഈ ഒരു അഭിമാന നിമിഷം ഞാൻ നെഞ്ചിലേറ്റുകയാണ്. തുടർന്നും നമ്മളുടെ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് കാഴ്ചവെക്കും. സപ്ലൈ പോയാൽ എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി തരുന്നതിനുള്ള നടപടികൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇതും ഇത്രയും നാളും ഉണ്ടായിരുന്ന ഇനിയും നമ്മളിത് ചെയ്യും എന്നുള്ള ഉറപ്പാണ് നമുക്ക് തരാനുള്ളത്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു അനുമോദനം സദസ്സ് ഏർപ്പെടുത്തി എൻ്റെ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഇങ്ങനെ അനുമോദിച്ചതിൽ വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.